നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ മരണഭയം എല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ സകലത്തിനും മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ സകലത്തിനും മീതെ ഉന്നതനാ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച ആ യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട, ഭാരപ്പെടണ്ട. ഫിലിപ്പിയർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ച് 4-ാം അധ്യായം ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സ്തോത്രം. ഞാൻ എങ്ങനെയാണ് സകലത്തിന് മതിയാകുന്ന ആളാകുന്നത്? യേശു എന്ന ശക്തനാക്കുന്ന ദൈവം മുഖാന്തരം. പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ വ്യക്തി. ശകലത്തിനല്ല, പിന്നെ സകലത്തിനും. പറഞ്ഞേ, ശകലത്തിനല്ല സകലത്തിനും മതിയായ വ്യക്തി. പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന. ഭാരത്തോടായിരിക്കാം വന്നത്, വേദനയോടായിരിക്കാം വന്നത്, ദുഃഖത്തോടായിരിക്കാം വന്നത്, പ്രയാസത്തോടും പ്രതികൂലത്തോടും ആയിരിക്കാം വന്നത്. ഇനി എന്ത് ചെയ്യും കർത്താവേ എന്ന് ഭാരപ്പെട്ടുകൊണ്ടായിരിക്കാം വന്നത്. പക്ഷേ അവയുടെ നടുവിലും ഇറങ്ങി നിന്ന് കർത്താവ് പറയും, മക്കളെ ഞാൻ നിനക്കുണ്ടല്ലോ. നിനക്ക് ശക്തി നൽകുവാൻ, ബലം നൽകുവാൻ, കൃപ നൽകുവാൻ, ഈ ഭാരത്തെ മാറ്റാൻ, ഈ വേദനയെ മാറ്റാൻ, ഈ നിരാശയെ മാറ്റാൻ, ഈ കണ്ണുനീരിനെ മാറ്റാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടല്ലേ. അയ്യോ ഇനി എന്താകും, അയ്യോ ഇനി എന്ത് ചെയ്യും, ടെൻഷൻ അടിക്കല്ലേ. ഒരു ടെൻഷനും വേണ്ട. എന്തുകൊണ്ടാ ബാക്കി ഒന്നുകൂടെ വായിച്ചേ. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. 10-ാം വാക്യം മുതൽ വായിച്ച്. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പറയാണ്, ഭയങ്കര ധനാഢ്യനായിരുന്ന ആളാണ് ആര്? ഈ പൗലോസ് അപ്പോസ്തലൻ. പക്ഷേ ആ മനുഷ്യൻ പറയുകയാണ്, ഏതൊരു സാഹചര്യത്തിലും എല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയ സത്യമാണ്. പക്ഷേ 3-ാം അധ്യായം വായിക്കുമ്പോൾ, വായിച്ചേ 3:11 വായിച്ചേ. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം. കണ്ടോ, യേശു നിമിത്തം. ആര് നിമിത്തം? യേശു നിമിത്തം. ഒരാളെ നമ്മളെ എതിർത്ത് പറയുമ്പോൾ നമ്മൾക്ക് ക്ഷമിക്കണമെങ്കിൽ എന്ത് വരണം? കർത്താവേ, അങ്ങ് നിമിത്തം എനിക്ക് ക്ഷമിക്കാനൊരു കൃപ തരണം. അങ്ങ് നിമിത്തം. കണ്ടോ, അങ്ങ് നിമിത്തം. യേശു നിമിത്തം. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് ഇത് പറയാൻ? കർത്താവേ, ഇന്ന പാവത്തെ എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല, അപ്പം അങ്ങ് നിമിത്തം എനിക്ക് ജയിക്കാൻ. അങ്ങ് നിമിത്തം. ആരൊക്കെ പറയുന്നുണ്ട്? പറയുന്നുണ്ടോ? കർത്താവേ, ഇന്ന സ്വഭാവം എനിക്കുണ്ട്, പക്ഷേ എനിക്ക് എന്നെ അത് അറിയാം, എനിക്കത് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് അറിയാം, യേശു നിമിത്തം. പറഞ്ഞേ, യേശു നിമിത്തം. അതിൽ നിന്ന് ജയിക്കാൻ കൃപ തരണം. കണ്ടോ, ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്. വായിച്ച ഒന്നുകൂടെ.
ഞാൻ അവന്റെ നിമിത്തം യേശുവിന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിക്കുന്നു. ഇന്നതിനകത്ത് സ്വത്രം കർത്താവിന്റെ നിമിത്തം, കണ്ടോ, കർത്താവിന്റെ നിമിത്തം. ആര് നിമിത്തം? യേശു നിമിത്തം. എല്ലാവർക്കും ഒന്നും ഇത് പറ്റത്തില്ല. യേശു നിമിത്തം കർത്താവിനോട് പറഞ്ഞ, കർത്താവ് എല്ലാം യേശു നിമിത്തം. ചിലതെല്ലാം ചവർന്ന് ഉപേക്ഷിപ്പാൻ, യേശു നിമിത്തം. ചിലതെല്ലാം വലിച്ചെറിയാൻ, യേശു നിമിത്തം. എന്നെ തൊട്ടൊരു വചനമാണ് മത്തായി സുവിശേഷം 19 അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ വായിച്ച് 3 മുതലുള്ള വാക്യം ഇതങ്ങനെ വെച്ചിട്ട് അത് വായിച്ചേ. കണ്ടോ എത്രാമത്തെ വാക്യം പോകുന്നത്? മത്തായി 19 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അതു നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല. പരീക്ഷന്മാർ ഒന്ന് ചോദിക്കുകയാണ്, എന്താ നോക്കുക അവരുടെ ക്വസ്റ്റ്യൻ. ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ, ഇതാണ് അവരുടെ ക്വസ്റ്റ്യൻ. കർത്താവ് അതിന്റെ വിശദീകരണം കൊടുക്കുകയാണ്. സ്തോത്രം വായിച്ചേ. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഇതിന്റെ മർമ്മം അപ്പോസ്തലൻ എഴുതി വെച്ചല്ലേ, മർമ്മം വലിയത്. ഇതിന്റെ മർമ്മം എവിടെ എഴുതി വെച്ചു? പൗലോസ് അപ്പോസ്തലന് 3-ാം സ്വർഗ്ഗത്തോളം എടുത്തുകൊണ്ട് പോകുമെന്ന അപ്പോസ്തലനെ കർത്താവിന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. മക്കളെ, ഈ മർമ്മം വേറൊന്നുമല്ല, ഞാനും എൻ്റെ സഭയുമായിട്ടുള്ള മർമ്മമാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ആമേൻ. ഇതിന്റെ മർമ്മം വേറെ. ഇത് കർത്താവ് പറയുന്നെങ്കിലും ഇതിന്റെ ഈ ഓരോ കാര്യം യേശു പറയുമ്പോൾ കർത്താവും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. ദൈവത്തിന് സ്വത്രമായി അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, ആദിയിൽ അങ്ങനെ അല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നുണ്ടോ? ന്യായപ്രമാണത്തിന് മുമ്പുള്ള കാലഘട്ടം ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അതിനുശേഷമാണ് ഇതെല്ലാം വന്നത്. അതെല്ലാം ജനത്തിന്റെ ഹൃദയ കാഠിന്യമൊക്കെ വന്നത്. പിന്നെ കർത്താവിന് യേശു പറയണം, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അടുത്ത വരി. ഞാനോ നിങ്ങളോട് പറയുന്നത്, യേശു പറയണം, ഞാനോ. എൻ്റെ അപ്പൻ മുകളിലുള്ള എല്ലാം പഴയ നിയമത്തിലുള്ള കാര്യങ്ങളും കുറെ കാര്യങ്ങളെല്ലാം യേശു ഇങ്ങനെ പറഞ്ഞ ശേഷം അടുത്ത് പറഞ്ഞു, ഞാനോ. ആരോ? യേശുവോ നിങ്ങളോട് പറയുന്നത്. പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോ താഴെ ശിഷ്യന്മാർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കർത്താവേ, അതങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശകല ഒരു വ്യത്യാസം അവരുടെ കണ്ണുകൾക്ക് വന്നു. ആത്മീയമായ ഏതോ ഒരു ഭാഗത്ത് ഒരു ചെറിയ സ്പർശനം ഉണ്ടായതുകൊണ്ടാണ് അത്രയും അവരുടെ വായിൽ നിന്ന് വന്ന. അടുത്തവർ, അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ സ്നേഹിതരെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഗ്രഹിക്കണമെങ്കിൽ എന്ത് കിട്ടണം? വരം കിട്ടണം. ക്രിസ്തുവും നമ്മളും തമ്മിൽ ആരാണ്? നമ്മുടെ ബന്ധം എന്താണ്? ഞാനും യേശുവും തമ്മിൽ ആരാണ്? യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? എന്നിട്ട് തിരിച്ചു പോയപ്പോൾ എന്ത് ചെയ്തിട്ടാ പോയെ? ആ വിടുതൽ ആരുടെ മേൽ ഉണ്ട്? ഒരു ദിവസം ആ വിടുതലോടുകൂടെ ആരാ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കും? ഈ ഒരു വെളിപ്പാടൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വരമുണ്ടെങ്കിൽ ഇതിൻ പ്രകാരം മുന്നോട്ട് പോകാൻ പറ്റും. ഹല്ലേലൂയ. വൈശി അടുത്ത വാക്യം. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് നോക്കിയേ, യേശു പറയാം, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്. മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. യേശുക്രിസ്തു പറയുകയാണ്, അമ്മയുടെ ഗർഭത്തിൽ നിന്നേ ഷണ്ഡന്മാരായി ജനിച്ച ഷണ്ഡന്മാരുണ്ട്. അടുത്ത്, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുണ്ട്. മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ആൾക്കാർ പറയുമ്പോൾ ഷണ്ഡൻ തന്നെ പറയത്തില്ലേ? മനുഷ്യൻ പറഞ്ഞു ഈ സ്വഭാവങ്ങൾ, ചില സ്വഭാവം കാണുമ്പോൾ ചിലർ പറയും ഇത് ഷണ്ഡൻ തന്നെ എന്ന് പറയത്തില്ലേ? അതുപോലെ ആ ഷണ്ഡന്മാരാക്കി പറഞ്ഞു ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുണ്ട്. അടുത്തവർ, സ്വർഗരാജ്യ നിമിത്തം. ഈ ഒരു വാക്കാണ് ഞാൻ പറയാനാണ് ഇത്രയും വന്നത്. സ്വർഗരാജ്യ നിമിത്തം.
തങ്ങളെ തന്നെ സ്വർഗരാജ്യ നിമിത്തം, നേരത്തെ പറഞ്ഞെന്താ, ക്രിസ്തു നിമിത്തം. കണ്ടോ? ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ചവർന്ന് എണ്ണുന്നു. ഇവിടെ പറയുന്നു സ്വർഗരാജ്യ നിമിത്തം. കണ്ടോ? യേശു നിമിത്തം. അവരെന്നെ പറഞ്ഞില്ലേ, യേശു നിമിത്തം അങ്ങ് പോട്ടെ, യേശു നിമിത്തം അതങ്ങ് നീങ്ങിപ്പോട്ടെ. അവരെന്നെ അങ്ങനെ ഉപദ്രവിച്ചു അല്ലേ, അവരെന്നെ മോശം വാക്ക് പറഞ്ഞല്ലേ, സാരമില്ല, യേശു നിമിത്തം ഞാൻ ക്ഷമിക്കുന്നു, യേശു നിമിത്തം, യേശു നിമിത്തം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലൊരു വരിയുണ്ട് എബ്രായർക്കുള്ള ലേഖനം. നമ്മൾ എവിടെ നിന്ന് വന്നു നിങ്ങൾക്ക് അറിയാലോ. എബ്രായർക്കുള്ള ലേഖനം അതിന്റെ 12-ാം അധ്യായം 2-ാം വാക്യം വായിച്ച്. എബ്രായർ 12:2 വായിച്ച്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത്. ഈ വരിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. യേശു എങ്ങനെയായിരുന്നു? യേശുവിന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്തു. എന്താണ് സന്തോഷം? എന്താ സന്തോഷം? ഞാനായിരുന്നു സന്തോഷം. ഞാൻ മരിച്ചാൽ എനിക്ക് ശാലിനി കിട്ടുമല്ലോ, ഞാൻ മരിച്ചാൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും യേശുവിനെ കിട്ടുമല്ലോ. ഇതായിരുന്നു യേശുവിൻ്റെ മുമ്പിലുള്ള സന്തോഷം. ആ സന്തോഷം ഓർത്തിട്ട് യേശുവിനെ കണ്ണത്തടിച്ചപ്പോൾ മിണ്ടിയില്ല. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, യാതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഹല്ലേലൂയ. ഒരു പരിധിയും അളവും ഒന്നും അറിയാതെ നമ്മുടെ പ്രകൃതി പറഞ്ഞ് സ്നേഹിച്ച എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രകൃതി പറഞ്ഞ് സ്നേഹിച്ചെന്ന് പറഞ്ഞ അർത്ഥം എന്താ? പത്രോസിനെ യേശു പ്രകൃതി പറഞ്ഞ് സ്നേഹിച്ചു. എന്താ അർത്ഥം? പത്രോസെ, നീ തൊട്ടപ്പുറത്ത് 3 പ്രാവശ്യം എന്നെ തള്ളി പറയുന്നത് എനിക്ക് നല്ലവണ്ണം അറിയാം, എനിക്കറിയാം. ഈ നേരെ പുലരും മുമ്പേ നീ എൻ്റെ കൂടെ മരിക്കാൻ ഒരുക്കുമെന്ന് പറഞ്ഞാലും നീ 3 വട്ടം തള്ളി പറയുമെന്ന് എനിക്ക്, അത് നിന്റെ പ്രകൃതമാണ്. പക്ഷെ എൻ്റെ പ്രകൃതം അതല്ല. തള്ളി പറയുമ്പോഴും നിന്റെ അടുത്ത് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? സ്തോത്രം. ഹല്ലേലൂയ. കനലിൽ ചുട്ട ചൂടുള്ള അപ്പവുമായി യേശു എന്ത് ചെയ്തു? കാത്തങ്ങനെ നിന്നു. ഹല്ലേലൂയ. അർത്ഥം എന്താ? പത്രോസിന്റെ പ്രകൃതം യേശുവിനെ അറിയാന്നുള്ളത് കൊണ്ട് ഈ മീൻ പിടിക്കാൻ പോയവനെ തേടി കർത്താവ് അവിടെ നിന്നു. അവൻ്റെ പ്രകൃതം അറിയാം. കർത്താവ് എന്നോട് പറയുന്ന ശാലിനി, നിന്റെ പ്രകൃതം എനിക്ക് മുഴുവനും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതും ഞാൻ നിനക്ക് വേണ്ടി മരിച്ചതും. അതുകൊണ്ട് നിന്നെ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം നിമിത്തം എന്നെ അടിച്ചപ്പോൾ പോട്ടെ നീ വരുന്നത്. അതാണ് എബ്രായർ 12:2. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എബ്രായർ 12:2 ആഴമതാ. എൻ്റെ സന്തോഷം നീ ആയിരുന്നു. എന്നെ അടിക്കുമ്പോഴും എനിക്ക് നിന്നെ കിട്ടുമല്ലോ, നീ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുമല്ലോ, എവിടെ? സ്വർഗത്തിൽ നീ എന്നോടൊപ്പം കാണുമല്ലോ. ഈ സന്തോഷം ഓർത്ത് അപമാനം എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിനെ പരിഗണിച്ചില്ല. അപമാനത്തെ നമ്മളെങ്കിൽ അതിനെല്ലാം പരിഗണിച്ച് ഉണ്ടോ എന്ന് കൂടെ ചോദിച്ചിട്ട് പോകും. യേശു അതിനെ പരിഗണിച്ചില്ല. നമ്മൾ അപമാനത്തെ കിട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കയ്യിൽ നിന്നിട്ട് അറിയിക്കേണ്ടവർ എല്ലാവരെയും അറിയിച്ച് അവരെ തേച്ചൊട്ടിച്ചിട്ട് നമ്മൾ പോകും. പക്ഷേ ക്രിസ്തു യേശു എന്നെ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അപമാനത്തെ അലക്ഷ്യമാക്കാതെ ക്രൂസ് സഹിച്ച് എന്നെ നേടിയ സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ, എന്നെ നേടിയ സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ, ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ
ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഞാനാകയാൽ, ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ, ഞാനാകയാൽ കർത്താവിന് ക്രൂശുമരം കൊടുത്തപ്പോൾ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിൽ മരിക്കാൻ വിട്ടപ്പോൾ ആ മരണം ഏറ്റെടുത്ത്. നോക്കിയേ, യേശു ക്രിസ്തുവിൻ്റെ മുൻപിലുള്ള സന്തോഷം ഞാനാകയാൽ, നിങ്ങളാകയാൽ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞപ്പോൾ സാരമില്ല, എനിക്ക് അവളെ കിട്ടുമല്ലോ എന്ന് കരുതി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന മക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തുവിൻ്റെ മുൻപിലുള്ള സന്തോഷം നമ്മളാകയാൽ, യേശു ക്രിസ്തു പറയുന്നു, കാർക്കിച്ച് തുപ്പിയപ്പോൾ യേശുവിനൊന്നും തോന്നിയില്ല. തുപ്പലിങ്ങനെ ഒഴുകിയപ്പോൾ യേശു ചിന്തിച്ചു, ഇതൊക്കെ നിസ്സാരം പോലെ പോകും, പക്ഷെ എനിക്ക് അവരെ കിട്ടുമല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഒരു അതുകൊണ്ടാണ് സ്വർഗരാജ്യ നിമിത്തം ഷണ്ടന്മാരായ ഷണ്ടന്മാർ, ക്രിസ്തു നിമിത്തം ചവറെന്നെണ്ണുന്ന മക്കൾ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു അങ്ങനെ ആയിരുന്നു. ഇത് നോക്കി, കർത്താവ് പ്രസംഗിച്ചതായിരുന്നു ജീവിതമായിരുന്നു പ്രസംഗം. നമുക്കിതല്ല പ്രസംഗം ഒന്ന്, ജീവിതം വേറൊന്ന്. പക്ഷെ യേശുവിൻ്റെ പ്രസംഗമായിരുന്നു ജീവിതം. യേശു എന്താ പറഞ്ഞത്? ഇവിടെ കർത്താവ് മരിക്കും മുമ്പ് എന്താ പറഞ്ഞത്? സ്വർഗരാജ്യ നിമിത്തം ഷണ്ടന്മാരുണ്ട്. പിന്നെ മറ്റേ വചനത്തിൽ എന്തെന്നാ പറഞ്ഞേ? സ്വത്രം അപ്പോസ്തലൻ എന്തോന്നാ പറഞ്ഞേ? ക്രിസ്തു നിമിത്തം ഞാൻ സകലത ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു. ആര് നിമിത്തം? ക്രിസ്തു നിമിത്തം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ സ്നേഹിതരെ, എബ്രായർ 12:2 കർത്താവ് പറയുന്നു, ഈ ശാലിനി നിമിത്തം, ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളും നിമിത്തം ഞാൻ ഇതിനെ അലക്ഷ്യമാക്കുന്നു. നോക്കിയേ, അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു നിമിത്തം ഞാൻ ഇതെല്ലാം ചവറന്ന് ഉപേക്ഷിക്കുന്നു. അവിടെ കർത്താവ് പറയുന്നു, സ്വർഗരാജ്യ നിമിത്തം ഷണ്ടന്മാർ. വായിച്ചേ ആ വാക്യം, ഒന്നുകൂടെ വായിച്ചേ. ആ വാക്യം, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ. നിങ്ങൾക്കത് 3 മനസ്സിലായില്ലേ? ഞാൻ എന്തുകൊണ്ട് നിർത്തി പറയുന്നത്? ഇതിൻ്റെ ആഴമാർന്ന സ്നേഹമേ നാഥൻ നൽകി നടത്തിയിടുന്നു, അളവില്ലദാനത്തെ നാഥൻ നൽകി നടത്തിയിടുന്നു. വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ആഴമാർന്ന സ്നേഹമേ നാഥൻ നൽകി നടത്തിയിടുന്നു, അളവില്ലദാനത്തെ നാഥൻ നൽകി നടത്തിയിടുന്നു. വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ആഴമായിട്ടുള്ള സ്നേഹമാണ്. വർണ്ണിക്കാൻ വാക്കുകൾ പോരാ. നോക്കിക്കേ, എന്നോട് പറയണം മക്കളെ, സ്വർഗരാജ്യ നിമിത്തം ഒരു ഷണ്ടനായി നിൽക്കാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? കർത്താവ് ചോദിക്കുകയാണ്, മക്കളെ, ക്രിസ്തു നിമിത്തം ഇന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ പോട്ടെ എന്ന് പറയാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? ഹല്ലേലൂയ. കണ്ടോ, ക്ഷമിപ്പാൻ, സഹിക്കാൻ, താഴാൻ, ഒന്നുമില്ലാതാകാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ മുമ്പിലുള്ള സന്തോഷം നീ മാത്രമായിരുന്നു. നോക്കിക്കേ,
ക്രിസ്തുവിൻ്റെ മുമ്പിലുള്ള സന്തോഷം നമ്മൾ മാത്രമായിരുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സ്തോത്രം. ചിലരൊക്കെ ചിന്തിക്കും ഇതെന്തോന്നാണ് പറയുന്നത്. യേശുവിൻ്റെ മുൻപിലുള്ള സന്തോഷം നമ്മൾ മാത്രമായിരുന്നു സ്നേഹിതരെ. ആ സന്തോഷത്തിന് വേണ്ടി കർത്താവ് എല്ലാം എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. വായിച്ച ഇനി ഫിലിപ്പിയരിലേക്ക് പോവുകയാണ് നമ്മൾ. 3-ാം അധ്യായത്തിൽ നിന്ന് വന്നേ. 3-ന്റെ എവിടെ നിന്ന് വന്നേ? 11 വന്നേ. വായിച്ചേ. ഞാൻ വചനം ഒന്നും നോക്കാതെ ഇവിടെ വന്ന് നിന്നത്. നോക്കി വായിച്ചെന്ന് കേട്ടാൽ രാവിലെ വായിച്ചു. പക്ഷെ അതൊന്നും അല്ല ഇതാ വരുന്നത്. ഇവിടെ വന്ന് നിന്നപ്പോൾ എടുക്കാൻ പറഞ്ഞു എടുത്തു. വായിച്ചേ. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും എടുത്തത് ഇതല്ല എടുത്തത്, നേരത്തെ വായിച്ചതാണ് എടുത്തത്. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ എടുക്കാൻ പറഞ്ഞു, അതെടുത്തു. അടുത്ത് മറ്റൊരു വാക്യം തിമത്യോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, അതും എടുത്തു വെച്ചു. വായിച്ചേ. ഇതിപ്പോ വായിച്ചേ. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അവന്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം യേശുവപ്പൻ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഇന്ന് ഇതിനകത്ത് എത്രയൊക്കെ പറയാൻ കഴിയും. യേശു നിമിത്തം അപ്പൊ അതെനിക്ക് വേണ്ട, ആ പാപ സ്വഭാവം വേണ്ട. എന്റെ കർത്താവ് ജയിക്കാൻ ഒരു കൃപ തരണമേ, അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കൃപ തരണമേ. ക്രിസ്തു നിമിത്തം അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു കൃപ തരണേ. ഇതിന് ചിലത് എന്തോ എനിക്ക് വലുതായിരിക്കുന്നതിന് ചിലതിനെ അത് വലിച്ച് ചവറന്ന് എണ്ണാൻ എനിക്കൊരു കൃപ തരണേ. എന്നിലുള്ള എന്തോ ഒരു വലിപ്പ ചെറുപ്പം എൻ്റെ അകത്തുണ്ട്. അപ്പാ എനിക്കത് സ്വയമായിട്ട് അറിയാം, സ്വയ പ്രശംസ ഉണ്ട്. ഇതിനെ ഞാൻ ചവറന്ന് വലിച്ചെറിയാം. കർത്താവ് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഞാൻ വലുതായിട്ട് കാണുന്നു, അതിനെ ചവറന്ന് വലിച്ചെറിയാൻ, അതിനെ ക്രിസ്തുവിനേക്കാൾ താഴെ തള്ളിയിടാൻ എനിക്കൊരു കൃപ തരണമെന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മുടെ മേലൊരു കൃപയെ തന്നിട്ട് അതിനെ അപ്പോസ്തലൻ ഒരു കൃപ കൊടുത്തപ്പോഴാണ് പറയുന്നത്, എനിക്ക് ലാഭമുള്ളതല്ല ഞാൻ ഛേദമെന്ന് എണ്ണുന്നു എന്നാണ് ആദ്യം പറഞ്ഞില്ലേ. എന്തോന്ന് എനിക്ക് ലാഭമുള്ളത്? ഇപ്പൊ ഉദാഹരണം എന്താ, അപ്പോസ്തലൻ പലിശയ്ക്ക് പൈസ കൊടുത്തെന്നല്ല. കഴിഞ്ഞ നാളുകളിൽ അപ്പോസ്തലൻ എങ്ങനെയായിരുന്നു? തനിക്ക് ഇപ്പൊ ഉദാഹരണം പറയാൻ 1,00,000 രൂപ കൊടുത്താൽ 1000 രൂപ പലിശ കിട്ടുമല്ലോ, ആ ലാഭം വിടാന്നല്ലേ പറഞ്ഞു. സ്തോത്രം. ലാഭമായുള്ളത് ഞാൻ ഛേദമെന്നാണ്. പക്ഷെ ഇപ്പം കുറേയും കൂടെ കർത്താവ് നിറഞ്ഞവൻ പറയുന്നു, സകലത് ലാഭം മാത്രമല്ല മുഴുവനും ഇതാ എനിക്ക് ലാഭം മാത്രം വിട്ടുകൊടുക്കാന്നല്ല, പിന്നെ മുഴുവനും ഇതാ അങ്ങയുടെ നിമിത്തം ചവറായിട്ട് ഞാൻ കാണുന്നു. കണ്ടോ എല്ലാം കണ്ടോ, യേശുവിനെ കഴിഞ്ഞുള്ള സകലതും നോക്കിയേ. ഇങ്ങനെ ഒരു മനുഷ്യനെ ആക്കി മാറ്റാൻ ആർക്കേ പറ്റുള്ളൂ. ഓ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഇങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ അങ്ങനെയെങ്കിലും ആർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒട്ടക സൂചിക്കുഴയിൽ കൂടെ കിടക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾക്കത് അസാധ്യമാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടക സൂചിക്കുഴയിൽ കിടക്കുന്നത് എളുപ്പമെന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. ഇല്ല, എല്ലാം വിറ്റിട്ട് വരാൻ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഈ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ കർത്താവേ ആർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റും? യേശു അടുത്ത വരി, നിങ്ങൾക്ക് അസാധ്യമായിരിക്കും ഇവനെ പൊടിക്കാനും ഇവനെ തരിയാക്കാനും. ഈ സൂചിയുടെ കുഴയിൽ എത്ര വലിപ്പമുണ്ട്, ആ കുടയ്ക്കകത്തൂടെ കടത്തി വിടുന്ന ഒരാളാക്കി ഈ മനുഷ്യനെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, പക്ഷെ എനിക്ക് പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത്രയ്ക്ക് സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവമാക്കി മാറ്റാൻ ഈ ലോകത്തിലുള്ള ആർക്കും പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ആക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. കർത്താവ് പറയുന്നു, ആ കയ്യിൽ നിന്നെ തന്നാൽ ഞാൻ പൊടിച്ച് സൂചിക്കുഴയ്ക്കകത്തുകൂടെ കടക്കില്ല എന്ന് പറഞ്ഞ അടുത്തുകൂടെ ഞാൻ നിന്നെ കടത്തി അപ്പുറത്തെത്തിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അർത്ഥം എന്താ? കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിക്കും. ആമേൻ. കർത്താവിൻ്റെ ഹിതപ്രകാരം പണിത് പുറത്തെടുക്കും. അതിന് ആരെ കയ്യിൽ കൊടുത്താൽ മതി? യേശുവിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. കർത്താവേ അതിന് ഞാൻ എങ്ങനെ പറ്റും? ആർക്ക് പറ്റും രക്ഷിക്കപ്പെടാൻ? യേശു പറഞ്ഞു, നിങ്ങൾക്ക് അസാധ്യമാണ്, പക്ഷെ എനിക്ക് അത് സാധ്യമാണ്. ഏതൊരു വ്യക്തിയെയും പാപത്തിൽ നിന്ന് ജയം കൊടുക്കാൻ എനിക്ക് സാധ്യമാണ്. അതിൽ നിന്ന് രക്ഷിക്കാൻ, ഒരു വിശുദ്ധ പൈതലായി ഈ ഭൂമിയിൽ ജീവിക്കാൻ, ഓ സ്തോത്രം, അതിനുള്ള ശക്തി കൊടുക്കാൻ എനിക്ക് കഴിയും. എൻ്റെ കയ്യിൽ വെച്ച് പണിയാൻ കഴിയും. നിങ്ങൾക്ക് പലപ്പോഴും അസാധ്യമായിരിക്കാം, എന്നാൽ എനിക്കത് സാധ്യമാണ്. ഇന്ന് ഇതിനകത്ത് പറയുന്നു, അപ്പോസ്തലൻ ആദ്യം പറഞ്ഞു, എനിക്ക് ലാഭമുള്ളതല്ല ഞാൻ ഛേദമെന്ന ഒരുക്കമാണെന്ന് പറഞ്ഞാൽ 1000 രൂപ എനിക്ക് പലിശ കിട്ടുമായിരുന്നു, ആ പലിശ വേണ്ട. അപ്പോസ്തലൻ അങ്ങനെയെന്നല്ല, എനിക്ക് വേണ്ട എന്ന് ചില ആൾക്കാർ പറയത്തില്ലേ, എൻ്റെ ലാഭം വേണ്ട, എൻ്റെ മുതൽ തന്നാൽ മതി എന്ന് പറഞ്ഞ് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ലേ? ലാഭം വേണ്ട, എനിക്ക് മുതൽ തന്നാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം, എൻ്റെ മുതലെങ്കിലും തരും, നിങ്ങൾ പലിശ വേണ്ട എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ലാഭം എല്ലാം പോയിക്കോട്ടെ, എനിക്ക് മുതൽ മാത്രം കിട്ടിയെന്ന് പറഞ്ഞവൻ കുറേയും കൂടെ കർത്താവ് മൊത്തം നിറഞ്ഞപ്പോൾ
നിറഞ്ഞപ്പോൾ അവനെ കാണാണ്ടായപ്പോൾ പഞ്ചസാര ചായയിലിട്ട് അലിയുമ്പോൾ പഞ്ചസാര കാണാണ്ടാകുന്നത് പോലെ പച്ചവെള്ളത്തിനകത്ത് ഉപ്പോ പഞ്ചസാര ഇട്ട് അലിയുമ്പോൾ പച്ചവെള്ളം മാത്രം നമ്മൾ കാണുന്നത് പോലെ ഈ മനുഷ്യനിൽ പിന്നെ അയാളില്ല. അങ്ങനെ ആയപ്പോൾ പറഞ്ഞു, ഞാൻ ഈ കാണുന്നതെല്ലാം എനിക്കെന്തോ ഉണ്ടെന്ന് പറഞ്ഞതെല്ലാം കണ്ടോ, അത്രയും ആകാൻ വേണ്ടി ഒരുപാട് ദിവസം എടുത്തു, ഒരുപാട് മാസം എടുത്തു കാണും, ഒരുപാട് വർഷം എടുത്തു കാണും. ഒരു പക്ഷേ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല. കർത്താവ് ഓരോ സെക്കൻഡും അയാളുടെ മേൽ കൃപ പകർന്നു കൊടുത്തിരുന്നപ്പോൾ അയാളുടെ ജീവിതത്തിനകത്ത് മാറ്റം വന്നു. അയാളിലുള്ള എന്തോ വലുതെന്ന് പറഞ്ഞതെല്ലാം ഒരു ചവറിൻ്റെ അതിൻ്റെ വില പോലും ഈ മനുഷ്യൻ്റെ അകത്ത് വന്നില്ല. ഇന്ന് ഞാൻ പറയട്ടെ, നമ്മൾ എന്തോ വലുതാണെന്ന് പറയുന്നതിന് ചവറിൻ്റെ വില പോലും കൊടുക്കാതെ ആകണമെങ്കിൽ പറയാനും പ്രസംഗിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ അകത്തും പുറത്തും ഒരുപോലെ അതിനെ അങ്ങനെ തന്നെ കാണണമെങ്കിൽ പറയാനും പ്രസംഗിക്കാൻ ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ അങ്ങനെ എൻ്റെ അകത്തുനിന്ന് അത് വരണമെങ്കിൽ ക്രിസ്തു എന്ന എൻ്റെ രക്ഷകൻ നിറഞ്ഞാലേ. നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെട്ടത് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. പറയാൻ എന്ത് എളുപ്പമല്ലേ, പ്രസംഗിക്കാൻ എന്ത് എളുപ്പമാണ്, ഇതെല്ലാം ചെയ്യാൻ എന്ത് എളുപ്പമാണ്. പക്ഷേ ആ കർത്താവ് നിറഞ്ഞാൽ മാത്രമേ ആ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം വരൂ. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ചവറന്ന് കർത്താവ് നിമിത്തം ചിലത് കളയാ. ഇന്ന് ഇതിനകത്ത് ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, കർത്താവേ അങ്ങ് നിമിത്തം എനിക്കത് വേണ്ട, അങ്ങ് നിമിത്തം ഇതിൽ നിന്ന് ഞാൻ മടങ്ങി വരുന്നു, അങ്ങ് നിമിത്തം ഞാൻ ഒരു പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു, അങ്ങ് നിമിത്തം ഈ സ്വഭാവത്തിൽ നിന്ന് മടങ്ങി വരുന്നു, അങ്ങ് നിമിത്തം എൻ്റെ മുമ്പിൽ ചോദിക്കുന്ന സന്തോഷം. യേശു പറഞ്ഞു, നമ്മളാണെങ്കിൽ എൻ്റെ അപ്പാ എൻ്റെ സന്തോഷം അങ്ങാണ്. ആരൊക്കെ പറയും, യേശുവേ എൻ്റെ സന്തോഷം അങ്ങാണ്. സ്വർഗരാജ്യ നിമിത്തം ഷണ്ടന്മാരായവര് കണ്ടോ, കർത്താവിന് സ്തോത്രം. എത്ര ആഴമേറെ തിരുവചനം നോക്കി, ഈ 3 ഭാഗം നിങ്ങൾ വിട്ടുപോകരുത്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനാകുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ചവറെന്ന് ഞാൻ എണ്ണുന്നു. അടുത്ത വരി വായിച്ചേ. എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞോ എന്നോ, തികഞ്ഞവനായെന്നല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടർന്നതേ ഉള്ളൂ. കണ്ടോ, പിടിക്കാമോ എന്ന് വെച്ച്, പിടിക്കാമോ എന്ന് വെച്ച്, കണ്ടോ, പിടിക്കാമോ എന്ന് വെച്ച്, പിടിച്ചെന്നല്ല, പിടിക്കാമോ എന്ന് വെച്ച്. ഒന്നുകൂടെ, എനിക്ക് പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടർന്നതേ ഉള്ളൂ. കണ്ടോ, ആഴമാർന്ന സ്നേഹമേ നാഥൻ നൽകി നടത്തിയിടുന്നു. എത്ര ആഴമായിട്ടുള്ള സ്നേഹമാണ് ഈ അപ്പോസ്തലന്റെ അകത്ത് ഇറങ്ങിയത്. ആ സ്നേഹം ഇറങ്ങിയപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് പിടിക്കാമോ എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ അയാളുടെ നികളഭാവം, അയാളുടെ ജീവിതത്തിനകത്തുള്ള ഏറ്റവും ഇഷ്ട മേഖലകളും വെട്ടേറ്റു. കണ്ടോ, ഞാൻ പിടിക്കുമെന്നല്ല, ഞാൻ ഓടുമെന്നല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നല്ല പറഞ്ഞത്, പിടിക്കാമോ എന്ന് വച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. അടുത്ത വരി, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരോധനായി ലാക്കിലേക്ക് ഓടുന്നു. ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. കണ്ടോ, ലാക്കിലേക്ക് ഓടുന്നു. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും പറയണം, കർത്താവേ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറക്കുന്നു, മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ. ഓട്ടം എങ്ങനെയാണ്? ആരിലൂടെയാണ്? എങ്ങനെയെങ്കിലും അല്ല, എങ്ങനെയെങ്കിലും ഓടിയൊന്നും ഓട്ടം തയ്ക്കാൻ പാടില്ല. ആരിൽ ഓടണം? യേശുവിൽ ഓടണം. യേശുവിന്റെ വചനത്തിൽ ജീവിക്കണം. വചനത്തിലൂടെ മാത്രം ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഓടുന്ന വഴി ഏത്? ക്രിസ്തു യേശുവിൽ. കണ്ടോ, ഓടുന്ന വഴി അതിനകത്തുണ്ട്. വഴി ഏത്? ക്രിസ്തു യേശുവിൽ. കണ്ടോ, ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അടുത്ത വരി, നമ്മിൽ തികഞ്ഞവനൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അടുത്ത വരി, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. അടുത്ത, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കണം. അതെല്ലാം പറഞ്ഞു വന്നിട്ട് 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം
11-ാം വാക്യത്തിൽ പറയുന്നു, ബുദ്ധിമുട്ട് നിമിത്തമല്ല പറയുന്നത്, എല്ലാ അവസ്ഥകളിൽ ഇരിക്കാൻ എനിക്കറിയാം. ധനാട്യൻ ചവറ് പോലെ എല്ലാം ഉപേക്ഷിച്ചു വലിച്ചെറിഞ്ഞിട്ട് വന്നു. അവിടെ നമ്മൾ പോയത് ധനാട്യനായിരുന്ന മനുഷ്യൻ എല്ലാം പിന്നെ എന്തോന്നായി മാറി, ചവറായി മാറി. അതിനെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് ഈ മനുഷ്യൻ ദൈവ പൈതലായി മാറി ദൈവത്തിന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. നിൽക്കുന്നതുകൊണ്ട് അയാൾ പറയുകയാണ്, പണക്കാരനായിട്ടിരിക്കാനും എനിക്കറിയാം, വിശന്നിരിക്കാനും അറിയാം, പിന്നെ സ്തോത്രം ഏതൊക്കെ കാരാഗ്രഹത്തിനകത്തിരിക്കാനും അറിയാം, എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. കണ്ടോ, അങ്ങനെ ഒരു മനുഷ്യനായി മാറി. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ, അതിന്റെ 11-ാം വാക്യം വായിച്ചേ, 4:11 മുതൽ വായിച്ചേ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എല്ലാ അവസ്ഥകളിലും എനിക്ക് ഇരിക്കാൻ അറിയാം. കാരണം എന്താ, ഇതാണ് പറഞ്ഞത്, യേശു ഒരാളുടെ അകത്ത് വരുമ്പോൾ വരുന്ന മാറ്റം. പണ്ട് നമുക്ക് എല്ലാം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷെ യേശു വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും സ്വോത്രത്തോടെ പോകുന്ന ഒരു മനോഭാവം വരും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനോഭാവം വരും. ഉള്ളത് മതി എന്ന് തോന്നുന്ന മനോഭാവം, അതിനപ്പുറത്തൊന്നും വരില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരാളിന് ഒരു മാറ്റം കണ്ടോ, അകത്തും പുറത്തും ഒരുപോലെ മാറ്റം വരും. അടുത്ത വരി, താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിലിരിക്കാൻ അറിയാം. എല്ലാത്തിനും ക്ഷീണിച്ചിരിക്കുന്നു ആ മനുഷ്യൻ. ആദ്യം വന്ന് എങ്ങനെ നോക്കിയ ദമസ്കോസിൽ, പക്ഷെ ഇപ്പൊ എങ്ങനെയായി, താഴ്ചയിലിരിക്കാൻ അറിയാം, സമൃദ്ധിയിലിരിക്കാൻ അറിയാം. ഓ സ്വത്രം, എന്തെല്ലാം സ്വഭാവമുള്ളത്, എല്ലാം പൊട്ടി. അടുത്ത വരി വായിച്ചേ. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും. അടുത്ത നോക്കിയേ, സമൃദ്ധി ഉണ്ടോ, എല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലേ. ചില സമയത്ത് ചിലപ്പം വിശന്നിരിക്കേണ്ടി വരും. അതൊരു പ്രത്യേക കാലഘട്ടം ഉണ്ടല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ വിശന്നിരുന്ന കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ വിശന്നിരുന്ന നമ്മുടെ പഴയ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കഴിക്കാൻ നല്ല വിശപ്പുണ്ട്, പക്ഷെ എന്തില്ല, പൈസ ഇല്ല, വാങ്ങാനും ഇല്ല, വീട്ടിൽ ആഹാരവും ഇല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അങ്ങനെ ഒരു കാലഘട്ടം. അപ്പോസ്തലൻ പറയുന്നു, വിശന്നിരിക്കാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. കണ്ടോ, അവിടെ എൻ്റെ കർത്താവിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല. ആ ഒരു ബന്ധമായി. അടുത്ത വരി, സമൃദ്ധിയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും. ബുദ്ധിമുട്ട് വന്നു, അത് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പറഞ്ഞു, എന്നെ എന്തൊക്കെ വരട്ടെ. നിങ്ങൾ ആരൊക്കെ പറയും, ഇവിടുന്ന് പോയെ, എന്തൊക്കെ വരട്ടെ, എന്നെ ശക്തനാക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകല. എല്ലാവരും മാത്രം പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായ വ്യക്തി. പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിന്. പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകല മതിയായ വ്യക്തി. പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന. ഞാൻ ശക്തിയില്ലാത്ത ആളാണ്, പക്ഷെ എന്നെ ശക്തനാക്കുന്ന ഒരു സർവ്വശക്തനുണ്ട്. പറഞ്ഞേ, ഞാൻ ശക്തിയില്ലാത്ത ആളാണ്, ബലമില്ലാത്ത ആളാണ്, പക്ഷെ എന്നെ ശക്തനാക്കുന്ന ഒരു ശക്തനുണ്ട്. ആ ശക്തന്റെ പേര് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവാണ്. ഓ ജീസസ്. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ആ കല്ലറയ്ക്കകത്ത് ആ ലോകം ഒതുക്കിയപ്പോൾ, മരണം മൂടി കല്ലറയ്ക്കകത്ത് ഒതുക്കിയപ്പോൾ, എന്നാൽ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങി ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു ക്രിസ്തു ഉണ്ട്. ആ കർത്താവാണ് എന്നോട് പറഞ്ഞത്, മക്കളെ, നിന്നെ ശക്തനാക്കുന്നത് ഞാനത്രേ. ആ ഞാൻ മുഖാന്തരം നീ സകലത്തിന്. സകലത്തിനല്ല, പറഞ്ഞേ, സകലത്തിനല്ല. മാത്രം പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന. ഓ ആമേ. എൻ്റെ പ്രശ്നങ്ങളല്ല ഞാൻ നോക്കുന്നത്. നിങ്ങൾ എന്തോന്നാണ് നോക്കുന്നത്? നമ്മളൊക്കെ എന്തോന്നാണ് നോക്കുന്നത്? ഹല്ലേലൂയ. പ്രശ്നം നോക്കൂല്ലേ? നമ്മളെ പ്രശ്നമല്ലേ നമ്മൾ നോക്കുന്നേ? ആണോ അല്ലേ? നമ്മളെ പ്രശ്നം നോക്കൂല്ലേ? ശരിയാകത്തില്ല. അത് ശരിയാകത്തില്ല. ഈ സമയം ശരിയാകത്തില്ല. നമ്മൾ നോക്കുന്നില്ല നമ്മുടെ മുൻപിൽ കാണുന്ന കാഴ്ചപ്പാട്. നിങ്ങൾ ചിന്തിച്ചേ കാഴ്ചപ്പാടല്ലേ നോക്കുന്നേ. പക്ഷെ ഈ വചനം ആ ആഴം ഗ്രഹിക്കുന്നൊരു പൈതൽ പറയും, എനിക്ക് ശക്തിയില്ല, പക്ഷെ ശക്തനാക്കുന്ന ഒരുത്തൻ എന്നോട് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന ഒരുത്തൻ എന്നോട് പറഞ്ഞു, നിന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ശാലിനി സകലത്തിനും. ഓ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് ആരാധിക്കുമ്പോഴാണ് ആരൊക്കെ പറയും എനിക്ക് ശക്തിയില്ല, പക്ഷേ എന്നോട് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവുണ്ട്. ഈ ബലഹീന നടുവില് എന്റെ പ്രയാസങ്ങൾ ഞാൻ എന്റെ മുന്നിൽ കാണുമ്പോൾ എന്റെ പ്രയാസമല്ല ഞാൻ കാണേണ്ടത്, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശുവിനെ. ഓ ജീസസ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് ദൈവം ഒരു പ്രവചനം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ആലോചന പറഞ്ഞു, ഒരു വാഗ്ദത്തം കൊടുത്തു. എന്താ വാഗ്ദത്തം? അബ്രഹാമേ, നിന്റെ തലമുറ ഒരു മക്കളുമില്ല. പ്രാർത്ഥിച്ച് വർഷങ്ങളായി. ഇപ്പൊ വയസ്സനായി, പടുകളവനായി. ആര്? അബ്രഹാം. ദൈവത്തിന് സ്തോത്രം. അമ്മച്ചിയായി. ആര്? ഒരു രക്ഷയില്ലാത്ത പ്രായമെത്തി. പക്ഷേ അബ്രഹാമിനെ വിളിച്ചോണ്ടൊന്ന് നോക്കിയേ. ആര് കണ്ടാലും പറയും പൊട്ടത്തര അങ്ങനെയല്ലേ പറയൂ.
ഈ 99 വയസ്സായ അപ്പൂപ്പനോട് അല്ലെങ്കിൽ 98 95 വയസ്സായ അപ്പൂപ്പനെ വിളിച്ചോണ്ട് ഇങ്ങനെ കാണിച്ചു, കണ്ടോ ഇതുപോലെ നിനക്ക് കുഞ്ഞുങ്ങളെ തരഞ്ഞു. ആരെങ്കിലും ചിന്തിക്കുമോ ഇതൊക്കെ വല്ലോ? അബ്രഹാം തൻ്റെ ശരീരത്തെ നോക്കി ഒരു രക്ഷ ഈ ശരീരത്തിന്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ വരിയാണ് എനിക്ക് ആവശ്യത്. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ വ്യക്തി. ഇതിൻ്റെ ആഴം പറയാനാണ്. ആ ഒരു കാര്യം പറഞ്ഞാൽ ഇതെന്തോന്നാണെന്ന് മനസ്സിലാവും. ശ്രദ്ധിച്ച് കേട്ടെ. ഹല്ലേലൂയ. അബ്രഹാം നോക്കിയപ്പോൾ താനിതാ വയസ്സായി, കിളവനായി, പടുവൃദ്ധനായി, ഒരു ശേഷിയും തൻ്റെ ശരീരത്തിന് ഇല്ല. ഉറപ്പാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചേ, ഉറപ്പാണോ അല്ലേ? ആ അബ്രഹാം പിതാവ് തൻ്റെ ഭാര്യയെ നോക്കി. അവൾ അതിനെക്കാളും അപ്പുറമായി. ഇനി ഒരു കുഞ്ഞ് കിട്ടാനുള്ള ഒരു രക്ഷയും. അബ്രഹാം പിന്നെ അടുത്താരെ നോക്കിയെന്നറിയാമോ? ഭാര്യയെ നോക്കി നിർത്തി. അവൻ നോക്കി വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ ശക്തി എന്തുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ ശക്തി എന്തെന്ന് അബ്രഹാം നോക്കിയപ്പോൾ അവൻ അത് ഉറപ്പിച്ചു വിശ്വസിച്ചു. ദൈവത്തിന് സ്വന്തം, ദൈവത്തിന് സ്വന്തം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, സാറയ്ക്ക് ശക്തിയില്ല, ഓക്കെ, സമ്മതിച്ചു. ശരീരം അത് പറയുകയാണ്. അബ്രഹാമിന് ശക്തിയില്ല, സമ്മതിച്ചു. പക്ഷെ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് ശക്തി വേണ്ട, വേറെ ഒന്നും പറയണ്ട. നമ്മളെ ശക്തിയല്ല കർത്താവിന് ആവശ്യം. കർത്താവ് പറയും, ഞാൻ സകല നാമത്തിന് മേലായ നാമമുള്ളവർ ആകയാൽ എന്നാൽ കഴിയാത്ത വല്ല കാര്യവും എന്നാൽ കഴിയാത്ത നീ ശരീരം നോക്കുമ്പോൾ നീ പറയും എന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്റെ പ്രായം നോക്കുമ്പോൾ, നിന്റെ സാഹചര്യം നോക്കുമ്പോൾ, നിന്റെ സാധ്യത നോക്കുമ്പോൾ നീ തിരിച്ചു പറയും എന്നെ കൊണ്ട് കഴിയത്തില്ല അപ്പാ. എന്നാൽ എന്റെ ദൈവത്തെ നീ നോക്ക്. വാഗ്ദത്തം പറഞ്ഞ ദൈവത്തെ നീ നോക്കുമ്പോൾ നീ പറയും ഞാൻ നോക്കുന്നത് എന്നെയല്ല, എന്റെ അവസ്ഥയല്ല, എന്റെ സാഹചര്യമല്ല, എന്റെ നെഗറ്റീവ് അല്ല, എന്റെ കഷ്ടപ്പാടല്ല, എന്റെ കണ്ണുനീരല്ല. എന്നെ വിളിച്ചു വേദനിച്ചപ്പോൾ എന്റെ ദൈവം തന്ന വാഗ്ദത്തങ്ങളെ ഞാൻ നോക്കുന്നത് കൊണ്ട് പറ എനിക്ക് തന്ന വാഗ്ദത്തങ്ങൾ, ദൈവം തന്ന വചനങ്ങൾ, ദൈവം തന്ന വാഗ്ദത്തങ്ങൾ പറഞ്ഞേ ഞാൻ നോക്കുന്നത് എന്റെ സാഹചര്യമല്ല, എന്റെ നെഗറ്റീവ് അല്ല, എന്റെ കഷ്ടപ്പാടല്ല, എന്റെ ബുദ്ധിമുട്ടല്ല, ഇന്നത്തെ ഈ സാഹചര്യമല്ല. എനിക്ക് വാക്ക് തന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നോക്കുന്നത് ആ സർവശക്തനായ ദൈവത്തെ. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ ഇത്രയൊക്കെ വെളിപ്പെടുത്താൻ എനിക്കറിയത്തില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മോനെ നീ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് ആദ്യം എന്നോടായിരുന്നു ഭയങ്കര ഇഷ്ടം. ഇപ്പം നിനക്ക് മോനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിന്റെ ഇഷ്ടം നിന്റെ മോനോടാണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ മോനെ എനിക്ക് വേണം. സ്വത്രം, ഹല്ലേലൂയ. നോക്കി അബ്രഹാമിനെ നോക്കിയപ്പോൾ അബ്രഹാമിനറിയാം എന്നെ കൊണ്ട് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഈ കുഞ്ഞ് മരിച്ചുപോയ ജീവൻ കൊടുക്കാനുള്ള കഴിവ് ആർക്കില്ല. ഇനി ഭാര്യയോട് പറഞ്ഞില്ല. അബ്രഹാമിനറിയാം ഭാര്യയോട് പറഞ്ഞ് അവളെ വിടത്തില്ലെന്നും ഇനി കുഞ്ഞ് മരിച്ചുപോയ ഭാര്യയ്ക്ക് ശക്തി കൊടുക്കാൻ കഴിവില്ലെന്നും ആർക്കറിയാം. അബ്രഹാം ആരെ നോക്കി? ദൈവത്തെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ ഞാൻ മോനെ കൊടുക്കാം, പക്ഷെ നീ പണ്ടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, നക്ഷത്രങ്ങൾ പോലെ എൻ്റെ തലമുറകളെ. ഇനി ഒരു വാഗ്ദത്തമുണ്ട്, മരിച്ച് ചാരമായാലും അതിനകത്തും തരാന്ന്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന അങ്ങ് പറഞ്ഞ ആ വരിയെ ആരെ പിടിച്ചു? ആര് മുറുകെ പിടിച്ചു? ഇതൊക്കെ വെളിപ്പെടുന്നോന്ന് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ വരിയെ ആര് മുറുകെ പിടിച്ചു? അബ്രഹാം അങ്ങോട്ട് മുറുകെ പിടിച്ചിട്ട് നങ്കൂറിട്ടു. വെളിപ്പെട്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ആ വരിയെ, ആ വചനത്തെ അങ്ങ് മുറുകെ പിടിച്ചിട്ട് അയാളുടെ സാധ്യതകളല്ല, അയാൾക്ക് ഉയർപ്പിക്കാൻ പറ്റത്തില്ല, ഭാര്യയ്ക്ക് ഉയർപ്പിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഉയർപ്പിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചിട്ട് അബ്രഹാം തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി. അത്ഭുതം സംഭവിച്ചു. എങ്ങനെ പോയി? വാഗ്ദത്തം മുറുകെ പിടിച്ചു പോയി. വാഗ്ദത്തം ഇല്ലതല്ല പോയത്, അതുകൊണ്ടാണ് അബ്രഹാം പോയത്. എനിക്ക് നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട്. അത് ശാലി നിന്നെ ശക്തനാക്കുന്ന ഞാനാ. അത് പറയാനാണ് ഇത് വന്നത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എന്നെ ശക്തനാക്കുന്ന, നിങ്ങളെ ശക്തനാക്കുന്ന നിങ്ങളുടെ ശക്തിയല്ല, നിങ്ങളെ ശക്തനാക്കുന്ന ഒരു ശക്തനുണ്ട്. ഇന്ന് പറ, എൻ്റെ ശരീരം ക്ഷീണമായിരിക്കാം, എൻ്റെ അകത്ത് ക്ഷീണമായിരിക്കാം, സാഹചര്യം ക്ഷീണമായിരിക്കാം, ഭവന തലങ്ങൾക്കകത്ത് നിങ്ങൾ വളരെ വ്യത്യസ്തമായ വിഷയത്തിലൂടെ ആയിരിക്കാം ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ സാരമില്ല. എന്നാൽ ജയിച്ച ഒരാൾ പറയുന്നു, മരണത്തെ ജയിച്ച, പാതാളത്തെ തോൽപ്പിച്ച, ഇരുട്ടിനെ ജയിച്ച, മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശം വാങ്ങിയ യേശുക്രിസ്തു ഇന്ന് ഇതിനകത്ത് പറയുകയാണ്, മകനെ മകളെ, നീ നിന്നെ നോക്കിയാൽ ബലഹീനത മാത്രമേ കാണൂ. നീ എന്നെ നോക്കിയാൽ, എന്റെ വാഗ്ദത്തം നോക്കിയാൽ, എനിക്ക് തന്നിരിക്കുക എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ
പറഞ്ഞേ എന്നെ ശക്തനാക്കുന്ന, എന്നെ നോക്കിയാൽ ശക്തിയില്ല, എന്നെ സാഹചര്യം നോക്കിയാൽ ഒരു ശക്തിയില്ല, എന്റെ കുടുംബം നോക്കിയാൽ ശക്തിയില്ല, എന്റെ സാധ്യതകൾ നോക്കിയാൽ ശക്തിയില്ല. പക്ഷെ എന്നോട് വാക്ക് പറഞ്ഞ ദൈവത്തെ നോക്കിയാൽ പറഞ്ഞേ അന്ധകാര ശക്തികൾ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ള യേശുവിൽ ഞാൻ പറഞ്ഞേ ആമേൻ പറഞ്ഞേ ഓ ജീസസ് ഇന്ന് പകൽക്കാലം വിടുതൽ വ്യാപരിക്കുന്നു. ഓ ജീസസ് ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്ന ഓരോ മക്കളുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു, ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്നു, ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു, ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ഓ ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്നു. ആമേൻ ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് എത്ര ഉറപ്പുണ്ട്? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ വേറെ ആരെയല്ല ഞാൻ നോക്കുന്നത്, എന്നെ ശക്തനാക്കുന്നു എൻ്റെ ദൈവം തന്ന വാഗ്ദത്തത്തെ. എന്തോന്നാ പറഞ്ഞേ? ചാലി നിനക്ക് ശക്തിയില്ല, നിനക്ക് ബലം ഇല്ല. കാലേബ് എന്താ പറഞ്ഞേ? 80 വയസ്സനായ കാലേബ് എന്താ പറഞ്ഞേ? അന്നത്തെ ബലം എനിക്കിന്നും എന്തുകൊണ്ടായിരിക്കാം പറഞ്ഞേ? വാഗ്ദത്തത്തെ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. യേശുവാക്കുമാറുകില്ല, 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 യേശുവാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. യേശുവാക്കുമാറുകില്ല, യേശുവാക്കുമാറുകില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഒന്ന് ഉരുവിട്ട് പറഞ്ഞേ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുയേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ വ്യക്തി. പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുയേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ വ്യക്തി. എൻ്റെ നെഗറ്റീവല്ല, എൻ്റെ കഷ്ടതയല്ല ദൈവം കാണുന്നത്, എൻ്റെ പ്രതിസന്ധിയല്ല. ജയിച്ച ഒരു കർത്താവ് പറയുന്നു, മക്കളെ, നിന്നെ ശക്തനാക്കുന്ന ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പറഞ്ഞേ, ഓ നമ്മളെ ശക്തി പകരുന്ന, നമുക്ക് ബലം പകരുന്ന, ഒരു ശക്തനാകുന്ന, സർവശക്തനാകുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് പറയുന്നു, അതെ, ഹേ മരണമെന്നിന്റെ ജയം എവിടെ? ഹേ മരണമെന്നിന്റെ വിഷംകൊള്ളി എവിടെ? മരണത്തെ പാതാളത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഓ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഓ ജീസസ്, അവൻ ഉടയ്ക്കും, അവൻ പണിയും, നല്ല പാത്രമായി തന്റെ ഹിതം പോലെ. ഓ ജീസസ് ഹല്ലേലൂയ. അവൻ ഉടയ്ക്കും, അവൻ പണിയും, നല്ല പാത്രമാ. ഓ ജീസസ് ഹല്ലേലൂയ. അതെ. കർത്താവ് പറയുന്നു, നിന്നെ ശക്തനാക്കുന്ന കർത്താവുണ്ട്. എന്നെ നിങ്ങളെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം. ഓ ഞാനും നിങ്ങളും കൃപ. ഓ അതെ. ഓ ദൈവശക്തി. എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. തന്ന വാഗ്ദത്തങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രതികൂലങ്ങളുടെയാണ് വന്നത്, പ്രശ്നങ്ങളുടെയാണ് വന്നത്. കുടുംബത്തിനകത്ത് ഒരുപാട് പ്രതിസന്ധി ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ്. ഓ ജീസസ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പുറം പ്രതികൂലമുണ്ട്. എന്നാൽ എനിക്കറിയാം എന്നെ ശക്തനാക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. ആരൊക്കെ പറയും കർത്താവായ യേശു ക്രിസ്തു എന്നെ ശക്തനാക്കുന്ന ദൈവമാണ്. ഓ കർത്താവ് ഉടക്കുന്ന ദൈവമാണ്, പണിയുന്ന ദൈവമാണ്, നല്ല പാത്രമായി തൻ ഹിതം പോലെ. ഓ പറഞ്ഞേ നല്ല പാത്രമായി മാറ്റുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഓ നല്ല പാത്രമാ. പറഞ്ഞേ ആമേൻ. ഉടക്കുന്ന കർത്താവാണ്. ഓ സ്തോത്ര. തിന്മയൊന്നും ചെയ്തിടാത്ത ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ഉടക്കി. പറഞ്ഞേ, തിന്മയൊന്നും
ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ, തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. അവരുടയ്ക്കും അവൻ പണി നല്ല പാത്രമായി തൻഹിതം പോ. അവരുടയ്ക്കും അവൻ പണി നല്ല പാത്രമായി തൻഹിതം പോ. എന്നുള്ളം നില ആഴമാ വിശ്വാസത്താൽ ചേരുന്നേ ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ലേ. ചേരുന്നേ ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ലേ. എന്നുള്ളം നില ആഴമാ വിശ്വാസത്താൽ ചേരുന്നേ ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ലേ. ചേരുന്നേ ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ലേ. ഇറനില്ല വാനിൽ കാണും കൈപ്പത്തി പോ മേഘവും. ഇറനില്ല വാനിൽ കാണും കൈപ്പത്തി പോ മേഘവും. എൻ്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചൊരിഞ്ഞിടും. എന്നുള്ളം നില പറയാപ്പാ ആഴമായ വിശ്വാസത്താൽ ചേരുന്നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകളില്ലപ്പാ. ഉദയ്ക്കുന്ന കർത്താവേ, പണിയുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നപ്പാ. എന്നെ ശക്തനാക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും എനിക്ക് എൻ്റെ പ്രതികൂലം നോക്കുമ്പോൾ, എൻ്റെ പ്രശ്നം നോക്കുമ്പോൾ, എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ പ്രതികൂലത്തോടെയാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കറിയാം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശു പ്രതികൂലത്തെ ജയിച്ചവൻ, പ്രശ്നത്തെ ജയിച്ചവൻ, പ്രതിസന്ധി ജയിച്ചവൻ, യുദ്ധമണ്ഡലങ്ങളെ ചതച്ചതച്ചവൻ, കാൽവരി ക്രൂശിൽ സകലത്തെയും തോൽപ്പിച്ച് ജയാളിയായ ക്രിസ്തു എനിക്കുള്ളത് കൊണ്ട്. തുറന്ന് പറഞ്ഞേ ജയാളിയായ യേശു ക്രിസ്തു എനിക്കുള്ളത് കൊണ്ട്. പറഞ്ഞേ ജയാളിയായ, തുറന്ന് പറഞ്ഞേ ജയാളിയായ യേശു ക്രിസ്തു എനിക്ക്. തുറന്ന് പറഞ്ഞേ ജയാളിയായ പറഞ്ഞേ ജയാളിയായ യേശു ക്രിസ്തു എനിക്കുള്ളത് കൊണ്ട്. എന്നെ തകർത്ത് കളയുമെന്ന് വാദിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾക്ക് എന്നെ തൊടാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ തൊടാൻ, എൻ്റെ കുടുംബത്തെ തൊടാൻ, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ തൊടാൻ ശത്രുവിന് കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട കർത്താവിൻ്റെ മണവാട്ടികളാണ് ഞങ്ങൾ. തുറന്ന് പറഞ്ഞേ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട കർത്താവിൻ്റെ മണവാട്ടികളാണ് ഞങ്ങൾ. ഞങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് കാണുന്ന പ്രശ്നങ്ങളൊന്നും സാരമില്ല. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഓ, നിന്നാൽ ഞാൻ മതിൽ ചാടി കട. ഓ, ആമേൻ 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 ആമേൻ. എന്റെ ശക്തിയിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, എന്റെ ബലത്തിലല്ല, എന്റെ സാഹചര്യത്തിലല്ല, എന്റെ കഴിവിലല്ല. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശുവിന്റെ ശക്തിയിൽ. തുറന്ന് പറ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശുവിന്റെ ശക്തിയിൽ, ബലത്തിൽ ഞാൻ തുറന്ന് പറ. എന്നെ തകർക്കുവാൻ ശക്തിക്ക് കഴിയത്തില്ല, എന്നെ ഉടയ്ക്കുവാൻ ദുഷ്ടന് കഴിയത്തില്ല. ഞാൻ ആശ്രയിക്കുന്നത് എന്റെ ദൈവത്തിന്റെ ശക്തിയിലാണ്. ഓ,
പറഞ്ഞേ എന്നെ തകർത്തൊതുക്കുമെന്നാണ് ഇവന്റെ വാദമെങ്കിൽ സാരമില്ലടാ. എടാ, അത് നിന്റെ വാദമാ. പക്ഷെ എന്നെ വിളിച്ച ദൈവം പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം. പത്രത്ത് പറഞ്ഞേ, എനിക്കറിയാം എൻ്റെ ദൈവം ആരെന്ന്. സകലത്തെ ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ച ശക്തൻ. പറഞ്ഞേ, ഇന്ന് കാണുന്ന ആകാശത്ത് പത്രത്ത് പറ, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരെന്ന് എനിക്കറിയാം. എനിക്ക് വാഗ്ദത്തം തന്ന കർത്താവ് ആരെന്ന് എനിക്കറിയാം. ഇന്ന് കാണുന്ന സകലത്തെ സൃഷ്ടിച്ച ദൈവം, ആ സൃഷ്ടിയുടെ ഉടമസ്ഥൻ എൻ്റെ അപ്പനാകയാൻ. ഇന്ന് സകലത്തെ നിർമ്മിച്ച, സകലത്തെ ചാരമാക്കിയാലും ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്താൻ കഴിവുള്ള സർവശക്തൻ, സകലത്തിന്റെ മുകളിലിരിക്കുന്ന ഉന്നതൻ. പറഞ്ഞേ, ആ ഉന്നതൻ തന്ന വാക്കിൽ ഞാൻ മുറുകെ പിടിക്കുന്നു. പറഞ്ഞേ, അപ്പുറത്തുള്ള ആൾക്കാർ പറഞ്ഞ വാക്കിലല്ല, അയൽവക്കത്തുകാർ പറഞ്ഞ നെഗറ്റീവ് വാക്കിലല്ല, വീട്ടുകാർ പറഞ്ഞ സാഹചര്യം അവരുടെ അനുഭവം കണ്ടിട്ടല്ല. ഞാൻ അനുഭവം കണ്ടിട്ടല്ല പറയുന്നത്, ഞാൻ വാഗ്ദത്തം കണ്ട് പറയുന്നു. പറ, ഓ ജീസസ്. അവർ പറഞ്ഞ വാക്ക് കേട്ടല്ല, അവർ പറഞ്ഞ അനുഭവം കേട്ടല്ല. ഞാൻ വിശ്വസിക്കുന്നത് വാഗ്ദത്തമാണ്, ദൈവത്തെയാണ്. ദൈവം എന്ന സത്യ ദൈവത്തെ, സർവശക്തനെ, സർവജ്ഞാനിയെ, സർവവ്യാപിയെ ഞാൻ മുറുകെ പിടിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞേ, എനിക്ക് വാക്ക് തന്നത് മനുഷ്യനല്ല, പിന്നെ ശക്തിയില്ലാത്ത ഒറ്റക്കാറ്റിൽ വന്നു വീഴുന്ന ഒരാളുമല്ല. അതുകൊണ്ടാണ് യെശയ്യാവ് 2 അവസാന വാക്യത്തിൽ പറയുന്നത്, വായിച്ചേ, യെശയ്യാവിന്റെ പുസ്തകം, പ്രവാചകന്റെ പുസ്തകം, യെശയ്യാപ്രവന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ അവസാന വാക്യം വായിച്ചേ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ. അവൻ എന്ത് വില മതിപ്പാൻ? അവൻ ഒരു വിലയും മതിക്കാനില്ല. അവൻ പറഞ്ഞ വാക്കല്ല എനിക്ക് വിശ്വാസം. പിന്നെയോ, മരിച്ചു ഉയർത്തെഴുന്നേറ്റ. ഓ ജീസസ്. ഇനി മരണത്തിന് കർത്താവിന്റെ മേൽ കർത്തൃത്വമില്ല. മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തിയുള്ള, പുനരുത്ഥാനത്തിന് ശക്തി പ്രാപിച്ച് പുറത്തു വന്ന, മരണത്തിന്റെ പാത്രത്തിൽ താക്കോൽ കൂട്ടത്തിന് ഉടമസ്ഥനാകുന്ന യേശു പറയുന്ന വാക്കിലാണ്, ജയിച്ചവന്റെ വാക്കിലാണ്, ആ വാഗ്ദത്തങ്ങളിലാണ് എനിക്ക് ഉറപ്പ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ പ്രശ്നമായിരിക്കും, കഷ്ടപ്പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, ഞെരുക്കമായിരിക്കും, നിന്നയായിരിക്കും, ദുഷിയായിരിക്കും. പക്ഷെ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ പ്രതിസന്ധികളായിരിക്കും. പക്ഷെ അതിൻ്റെ നടുവിൽ എത്ര പേര് ദൈവത്തെ കാണും? ഈ പ്രതിസന്ധിയുടെ നടുവിൽ ആരെ കാണണം? ഈ വാഗ്ദത്തം പറഞ്ഞ കർത്താവിനെ കാണണം. ഇതാണ് വചനം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ കാണേണ്ടത് പ്രതിസന്ധിയല്ല, വാക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ ബലം. ആ കർത്താവിൻ്റെ ബലം ഒന്ന് നോക്കിയിട്ട് പറ. എൻ്റെ ബലം 2 വരി കേൾക്കുമ്പോൾ ഞാൻ ഡിമ്മാവും, മൂലയിലൊതുങ്ങും. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി അതല്ല. പറഞ്ഞേ ആമേ. എൻ്റെ ബലം ചിലപ്പോൾ 2 വാക്ക് പറയുമ്പോൾ നെഗറ്റീവ് വാക്ക് പറഞ്ഞ് ഞാൻ ഒതുങ്ങും. പക്ഷേ എടാ, എൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഒതുങ്ങത്തില്ല. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനത്രേ. അപ്പച്ചൻ പറഞ്ഞു, മക്കളെ, നിന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം. നിനക്ക് ശക്തി തരുന്നത് ക്രിസ്തു യേശു ആണെങ്കിൽ നിന്റെ ഈ ബലഹീനത സാരമില്ല. നിന്റെ പ്രശ്നം സാരമില്ല. ഇതിനകത്തുനിന്ന് നീ വേഗം പുറത്തു വരും. ഈ പ്രതിസന്ധിയെ നീ ജയിച്ച് പുറത്തു വരും. തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, തിമോഥെയോസിന്റെ ലേഖനം 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി, വായിച്ചേ. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. എങ്കിലും എനിക്ക് ലജ്ജയില്ല. പ്രതിസന്ധി ഉണ്ടല്ലേ, ലജ്ജിക്കരുത്. ഓ ജീസസ്, ലജ്ജിക്കരുത്. പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ആയിരിക്കും ഇതിനകത്ത് വന്നത്. പ്രശ്നങ്ങളെ കണ്ടിട്ടായിരിക്കാം വന്നത്. പേടിക്കല്ലേ, ലജ്ജിക്കരുത്. അടുത്ത വരി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു. ലജ്ജിക്കേണ്ട കാര്യം എന്താ? ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ആരെന്ന്. നമ്മൾ വിശ്വസിച്ച ആരെയാ? ഒരു കാറ്റത്ത് വീഴുന്ന ദൈവത്തെയാണോ? ആളുകൾ ചുമന്നുകൊണ്ട് പോകുന്ന ദൈവത്തെയാണോ? പിന്നെ ആരെയാ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്? സർവശക്തനാകുന്ന ദൈവത്തെ. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, ഒന്നുകൂടെ വായിച്ച വരി മറക്കരുത്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, അടുത്ത വരി, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു, എങ്കിലും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. എനിക്കറിയാം ഞാൻ ആരെയാണ്. നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ട്? ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? എനിക്ക് നല്ലവണ്ണം ആർക്കൊക്കെ ഉറപ്പുണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് സർവശക്തനെയാണെന്ന്? ആരൊക്കെ ഉറപ്പിച്ച് പറയും, കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നത് യേശുവിനെയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ കാണുന്ന ദൈവം, എൻ്റെ പ്രകൃതി അറിയുന്ന ദൈവം. പ്രകൃതി അറിഞ്ഞ് പത്രോസിനെ യേശു എന്ത് ചെയ്തു? സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ എന്നെ സ്നേഹിച്ച് എൻ്റെ പ്രകൃതി അറിഞ്ഞിട്ട് തന്നെയാണ്. ഇന്ന് എത്ര പേർ പറയും, ഞാൻ ആരെ
വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? സർവ ശക്തനെ. ഇനി ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ പറയാം. ലൂക്കോസ് 12:5. ഞാൻ നിങ്ങൾ ആരെ ഭയപ്പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ കഴിയുന്നവൻ തന്നെ ഭയപ്പെടുവിൻ. ഞാൻ ആരെയാ വിശ്വസിക്കുന്നത്? കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ള ഒരാളിനെയാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അങ്ങനെ ഒരാളെ ഉള്ളൂ. അതാരാ? അതാരാ? ഒരാളെ അങ്ങനെ ഉള്ളൂ ഈ അധികാരമുള്ള ആളാരാ? യേശുക്രിസ്തു. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ള ആളാരാ? യേശുക്രിസ്തു. ഒറ്റ ആളിന് മാത്രമേ ഈ അധികാരമുള്ളൂ. അതാർക്കാ? യേശുക്രിസ്തു. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. കണ്ടോ അധികാരമുള്ള യേശുവിനെ എനിക്കറിയാം. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ വ്യക്തി. എൻ്റെ ബലഹീനതകൾ ഓർത്താൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ബലം ഓർത്താൽ, ദൈവത്തിൻ്റെ ശക്തി ഓർത്താൽ, ദൈവത്തിൻ്റെ വാക്ക് ഓർത്താൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഓർത്താൽ ആകാശവും ഭൂമി മാറിപ്പോയാലും മാറത്തില്ല. എനിക്ക് ഇന്ന വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. അത് ഇന്നാളുകളിൽ അത് നടന്നിരിക്കും. പറഞ്ഞേ, എൻ്റെ ദൈവം പറഞ്ഞ വരികൾ നടന്നിരിക്കും. എൻ്റെ ദൈവം കഴിഞ്ഞ നാളുകൾ എനിക്ക് പറഞ്ഞു തന്ന, എന്നോട് സംസാരിച്ച, ദൈവവചനത്തിലൂടെ സംസാരിച്ച, വചനം വായിക്കുമ്പോൾ സംസാരിച്ച, ഞാൻ കേട്ട ആ ശബ്ദം ഇതാ നടക്കാൻ സമയമായി. ദൈവം പറഞ്ഞ് നടക്കാൻ സമയം. ആരെ കേട്ടെടുക്കുന്നുണ്ട്? കരിക്കട്ടകളെല്ലാം കടലാകട്ടെ. നിന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടോ? നിന്നെ പുറത്തെടുക്കാൻ സമയമായി. നിന്നെ തലമുറ വിളിച്ചിട്ടുണ്ടോ? ആരെല്ലാം ഒതുക്കി വച്ചാലും അവർ വെളിയിൽ വന്നിരിക്കും. അവരെ ഒതുക്കുന്നതിന് പരിധിയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആ കെട്ടുകളെല്ലാം പൊട്ടിച്ച് അവർ പുറത്തു വന്നിരിക്കും. സ്വർഗീയ ശക്തി സമയം വരെ ചിലപ്പോ ഒതുക്കി നിന്നെ ചിലപ്പോ വെക്കാം. പക്ഷെ സമയമാകുമ്പോ സമയമാകുമ്പോൾ പുറത്തു വന്നേ തീരൂ. സമയമാകുമ്പോൾ അതിന്റെ മറുപടി നിന്റെ കണ്ണിൽ കണ്ടേ തീരൂ. നിങ്ങൾ എത്ര വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. സമയമാകുമ്പോൾ ജീസസ് അത് നിങ്ങളുടെ കണ്ണിൽ കണ്ടേ തീരൂ. അത് നിങ്ങളുടെ കണ്ണിൽ കണ്ടിരിക്കും. അത് നിങ്ങൾ കണ്ടിരിക്കും. കാണാതെ ഇരിക്കത്തില്ല. ഉറപ്പായിട്ടും കണ്ടിരിക്കും. സ്നേഹിതരെ, യെശയ്യാവിന്റെ പുസ്തകം 66:9 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 9 വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 66:9 വാക്യം വായിക്കുമ്പോൾ ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കിയേ, ഒന്നുകൂടെ വായിച്ചേ. എല്ലാ കുഞ്ഞുങ്ങളെന്നെ ശ്രദ്ധിച്ചേ. ഇതിനൊന്നും അടി ഉറപ്പാ. കാരണം ഉയർത്തി ഹല്ലേ പറഞ്ഞേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ വായിച്ചേ. യെശയ്യാ 66 ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താ? തരേണ്ട സമയമാകുമ്പോൾ, മാസം പൂർത്തിയാകുമ്പോൾ അമ്മ പ്രസവിച്ചേ തീരും. അല്ലെങ്കിൽ ഡോക്ടർമാർ സിസേറിയൻ ചെയ്തിരിക്കും. ആണോ അല്ലേ? കുഞ്ഞ് വെളിയിൽ വരുമില്ലേ? ഉറപ്പാണ്. നോർമൽ ഡെലിവറി നടന്നില്ലെങ്കിൽ അവർ സിസേറിയൻ ചെയ്തിരിക്കും. സിസേറിയൻ ചെയ്തായിരുന്നു കുഞ്ഞിനെ എടുക്കും. അർത്ഥം എന്താ? പ്രസവ ദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് ഒരിക്കലും കർത്താവ് പ്രസവം അടയ്ക്കാത്തതുപോലെ തക്ക സമയമാകുമ്പോൾ വാഗ്ദത്തങ്ങളും പ്രാർത്ഥനകൾക്കും അതുപോലെ ഒരു മറുപടി ഉറപ്പായിട്ട് നിനക്കൊണ്ട്. ആർക്കും തടഞ്ഞ് ഒതുക്കി നിന്നെ വെക്കാൻ കഴിയുക ഇല്ല. നിന്റെ തലമുറകളെ, നിന്റെ കുടുംബത്തിലെ അംഗങ്ങളെ വെക്കാൻ കഴിയത്തില്ല. ഇന്ന് നിന്റെ ഭർത്താവിനെ ഒതുക്കി വെച്ചിരിക്കുക, നിന്റെ മക്കളെ ഒതുക്കി വെച്ചിരിക്കുക. പക്ഷെ നീ പേടിക്കണ്ട, നിന്നെ ഒതുക്കി വെച്ചിരിക്കുക. എന്നാൽ എന്റെ സർവശക്തൻ പറയുന്നു, തക്ക സമയമാകുമ്പോ, മാസം പൂർത്തിയാകുമ്പോൾ ശിശു പുറത്ത് വന്നിരിക്കും. ക്രിസ്തു യേശു പുറത്തെടുക്കേണ്ട സമയമാകുമ്പോൾ അതിന് മറുപടി നിന്റെ കണ്ണാലെ കാണും. അതിന്റെ ഉത്തരം കണ്ണാലെ കാണും. അതിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഉറപ്പായിട്ട് നീ ചില വിഷയം പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അത് തികയുമ്പോൾ, അത് പൂർത്തിയാകുന്ന വരുമ്പോൾ, ആ സമയമാകുമ്പോൾ നിന്റെ കണ്ണിൽ അതിന്റെ മറുപടി അഗ്രി. സ്വർഗീയ ശക്തി. വാഗ്ദത്തങ്ങൾ നടക്കാൻ സമയമായി. ദൈവം പറഞ്ഞ വാക്കുകൾ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവം പറഞ്ഞ ആലോചനകൾ, ദൈവം പറഞ്ഞ ഉറപ്പുകൾ, ദൈവം നിനക്ക് തന്ന കാര്യങ്ങൾ അത് സംഭവിക്കാൻ സമയമായി.
ഓ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വാക്ക് പറഞ്ഞിട്ട് വാക്ക് തെറ്റിക്കുക മനുഷ്യനല്ല. കർത്താവ് മനുഷ്യനല്ല, സർവശക്തനത്രേ. ജീസസ്, ഹല്ലേലൂയ. കർത്താവ് വാക്ക് തെറ്റിക്കുക മനുഷ്യനല്ല. മനുഷ്യനാണ് വാക്ക് തെറ്റിക്കുന്നത്, എന്നാൽ കർത്താവ് വാക്ക് തെറ്റിക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഓ ജീസസ്, ആമേൻ. കർത്താവ് വാക്ക് തെറ്റിക്കുന്ന ദൈവമല്ല. വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് ആളുകൾ തന്നിട്ടുണ്ടെങ്കിൽ, മാസവും പൂർത്തിയാകുമ്പോൾ കുഞ്ഞു പുറത്ത് വരും പോലെ, അതിനെ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റാത്തത് പോലെ, നീ എവിടെ ഇരുന്നാലും കുഞ്ഞു പുറത്ത് വന്നിരിക്കും. ഓഹോ, നീ റൂമിനകത്തായാലും, നീ വീട്ടിനകത്തായാലും, നീ ബസ്സിനകത്തായാലും, നീ വണ്ടിക്കകത്തായാലും, നീ എവിടെ ആയാലും ആ കുഞ്ഞ് പുറത്ത് വരും പോലെ. ഓ ജീസസ്, ജീസസ്, ആമേൻ. അനേകര് ഗർഭിണിയാകുമ്പോൾ ചിലപ്പോൾ നാട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ് പൂർണ്ണ ഗർഭിണിയാകുമ്പോഴായിരിക്കും ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത് അല്ലേ, നാട്ടിലോട്ട്. അപ്പോൾ വരുമ്പം അവിടെ നിന്ന് പറയുകയാണ്, ഫ്ലൈറ്റിൽ കയറുമ്പോഴൊന്നും വയറിൽ തൊട്ടിട്ട് പറയുകയാണ്, പ്രസവിക്കരുത്, ഞാൻ എവിടെ പോകണം, എൻ്റെ നാട്ടിൽ പോകണം, എൻ്റെ വീട്ടിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകണം. സമയമായ ഫ്ലൈറ്റ് നോക്കും, ഫ്ലൈറ്റ് നോക്കോ, അടുക്കളക്കകത്ത് നോക്കോ, ബെഡ്റൂമിൽ നോക്കോ, രാത്രി നോക്കോ, പകൽ നോക്കോ, ഏത് സമയമാണോ എന്റെ ദൈവം നിനക്ക് ക്ലിപ്ത സമയം ഇട്ടിട്ടുണ്ട്, ആ സമയമാകുമ്പോൾ ആ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി, ആ വാഗ്ദത്തത്തിന്റെ മറുപടി, ഓ ശക്തി പ്രാപിരെ, ആ ബലം പ്രാപിരെ, ആ കൃപ പ്രാപിരെ. നീ പേടിക്കേണ്ട, മനുഷ്യനെ വിട്. നിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തിയിരിക്കാം, നോക്കണ്ട. നെഗറ്റീവ് പറഞ്ഞ് ഒതുക്കിയിരിക്കാം, നിന്നെ ഞാൻ നോക്കത്തില്ല, അന്വേഷിക്കത്തില്ല എന്ന് നിന്നോട് പറഞ്ഞിരിക്കാം. ഭാരപ്പെടണ്ട, ദൈവം പറയും ഞാനുണ്ട്. ഇനി ആരെന്നെ നോക്കും? ഞാൻ വീണുപോയി എന്ത് ചെയ്യും? നീ പതറുകയല്ലേ? നീ എന്നെ നോക്ക്, ഞാൻ സർവശക്തനത്രേ. ഓ മുടി ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് ചെയ്യേണ്ടതില്ല, കർത്താവ് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ആമേൻ. കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണം? ആരെ കൊടുക്കണം? യേശുവിനെ കൊടുക്കണം. യേശുവിനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവരെ ക്രിസ്തുവിൽ ജീവിച്ചു കഴിഞ്ഞാൽ ജയിലറ ഒഴിയും. നമ്മളെ കുഞ്ഞുങ്ങൾ ആരും അവിടെ കാണൂല, ജയിലില്, വെട്ട് കേസിൽ, കുത്ത് കേസിൽ കാണത്തില്ല. അല്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ കൂടെ പോകുന്നെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റൂല. ക്രിസ്തുവിനെ കൊടുത്താൽ എവിടെ പോയാലും, എവിടെ പോയാലും, ഏത് രാജ്യത്ത് പോയാലും ക്രിസ്തു ആണെങ്കിൽ, ക്രിസ്തുവിലാണെങ്കിൽ ഓ വേറെ ഒന്നും പേടിക്കാൻ ക്രിസ്തുവില്ലയോ, ബാക്കി എന്തുണ്ടെങ്കിൽ എന്ത്, യേശു ഇല്ലെങ്കിൽ. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം? യേശുവിനെ കൊടുക്കണം. അവർ കുറ്റവാളികളാകത്തില്ല, അവർ കുഞ്ഞാടുകളായി മാറും, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി മാറും. ആരെ കൊടുത്താൽ? യേശുവിനെ കൊടുത്താൽ. കുഞ്ഞുങ്ങൾ ചോദിക്കും, അമ്മ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ വാഗ്ദത്തങ്ങളെ പൈതങ്ങൾക്ക് കൊടുക്കണം. മക്കളെ, എൻ്റെ പ്രശ്നം ഇങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ പ്രശ്നം അതല്ല. ദൈവം സർവശക്തനാണ്. നമ്മൾ പറഞ്ഞാൽ ഒന്നും നടന്നില്ലെങ്കിലും പറയേണ്ടവൻ പറഞ്ഞ് എന്ത് ചെയ്യും? ആ ദൈവത്തെ അങ്ങ് പിടിച്ചും കൊടുക്കണം അവർക്ക്. ഹല്ലേലൂയ. ബാക്കി എല്ലാവരുടെ കാര്യം ആര് നോക്കിക്കൊള്ളും? കർത്താവ് നോക്കിക്കൊള്ളും. അപ്പോൾ വാഗ്ദത്തം തന്നത് ദൈവമാണെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ നമ്മുടെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ആര് വന്ന് പിടിച്ച് ഒതുക്കി അതിലിട്ട് 4 മതിലും കെട്ടി സ്വത്രം ഗേറ്റ് വിട്ട് താക്കോലും പൂട്ടി എടുത്തുകൊണ്ട് പോയാലും നിന്നെ പുറത്ത് ദൈവം കൊണ്ടുവന്നിരിക്കുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? പത്രോസിനെ പൂട്ടിയിട്ടു അല്ലേ? സമയമായപ്പോൾ എന്ത് ചെയ്തു? പൂട്ട് തുറന്നിട്ടാണോ കൊണ്ടുവന്നത്? പൂട്ട് തുറക്കാതെയാണോ? പൂട്ട് തുറന്നില്ല, തുറക്കാതെ പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്നു. കാരാഗ്രഹം അങ്ങനെ തന്നെ. ഇവിടെ സമയമാകുമ്പോൾ നിന്റെ പൂട്ടൊന്നും അല്ലടാ പ്രശ്നം. അമ്മേ, സമയമാകുമ്പോ നീ കെട്ടിയതുമല്ല പ്രശ്നം, പൂട്ടിയതല്ല പ്രശ്നം, അതിലിട്ടതല്ല പ്രശ്നം. നിന്നെ അകത്തുനിന്ന് പൊക്കി പൂട്ട് തുറക്കാതെ വെളിയിൽ കൊണ്ടുവന്ന്, ഓ ജീസസ് ഹല്ലേലൂയ. പൂട്ട് അങ്ങനെ കിടക്കും, റൂം അങ്ങനെ കിടക്കും, കാരാഗ്രഹം അങ്ങനെ കിടക്കും. പക്ഷെ നീ ഞാൻ ചെയ്യാൻ പറഞ്ഞ് ചെയ്യും. കണ്ടോ? നിന്നെ എല്ലാ കാവലിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി നിന്നെ ആക്കേണ്ടടുത്ത് ഞാൻ നിന്നെ ആക്കും. പൂട്ടൊന്നും എനിക്ക് വിഷയം, വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് പൂട്ടാണോ വിഷയം? ഹല്ലേലൂയ. കർത്താവിന് ഒരു പൂട്ടാക്ക വിഷയം, നമുക്കല്ലേ വിഷയം? പൂട്ടാക്ക വിഷയം. പറ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പൂട്ടാക്ക വിഷയം നമുക്കാണ് വിഷയം. അയ്യോ എല്ലാം കൊണ്ട് പൂട്ടിക്കളഞ്ഞ്, തകർത്ത് കളഞ്ഞ്, തരിപ്പണാക്കി കളഞ്ഞ്. ശ്രദ്ധിച്ച് കേട്ടോ, ചിലർക്കുള്ള ആഴങ്ങളാണ്. കർത്താവേ, എന്നെ മൊത്തത്തിൽ കുടുംബക്കാരെല്ലാം കൂടെ പൂട്ടിക്കളഞ്ഞ്, പുറത്തു വരാൻ കഴിയുന്നില്ല, എനിക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല, എൻ്റെ മക്കളെ പൂട്ടിക്കഴിഞ്ഞു, അവരെക്കുറിച്ച് ദൈവത്തിന് വിളിയുണ്ട്, പൂട്ടിക്കഴിഞ്ഞു എന്ന് നമ്മളല്ലേ പറയുന്നേ? ദൈവം പറയുന്നത് പൂട്ടിയെങ്കിൽ എന്താ? എനിക്ക് പൂട്ട് പേടിയാണോ?
உம்மை நம்பி வந்தேன் நான் வெக்கப்படலே, உம்தய என்னை கைவிடலே. உம்மை நம்பி வந்தேன் நான் வெக்கப்படலே, உம்தய என்னை கைவிடலே. வெறுங்கையா நான் கடந்து வந்தேன், இரு பரிவாரங்கள் எனக்கு தந்தேன். வெறுங்கையா நான் கடந்து வந்தேன், இரு பரிவாரங்கள் எனக்கு தந்தேன். எலோஹிம் 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 உம்மை துதிப்பேன். எலோஹிம் 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 உம்மை துதிப்பேன். உம்மை நம்பி வந்தே நான் வெக்கப்படலே, உம்தய என்னை கைவிடலே. உம்மை நம்பி வந்தே நான் வெக்கப்படலே, ഉംദയ എന്നെ കൈവിടല്ലേ. ഹല്ലേലൂയ. കർത്താവിനെ വിശ്വസിച്ച് ഞാൻ ഇറങ്ങി. ഞാൻ എന്ത് ചെയ്തില്ല? വിഷമിക്കത്തുമില്ല, പേടിക്കത്തില്ല, ഭയപ്പെടുകയും ഇല്ല. അങ്ങയുടെ ദയ എന്നെ കൈപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് യാക്കോബ് ഒറ്റ വടിയായിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ഇരു കൂട്ടങ്ങളുമായിട്ട് വന്നു. നമ്മളിപ്പോൾ ഒന്നുമല്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചു, പിന്നെ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ. ആരെ ധരിച്ചുകൊണ്ട്? ആരെ ധരിച്ചുകൊണ്ട് പോകുന്നേ? ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട്. നമ്മളിവിടെ ഒന്നും അല്ലാതെ വന്നൂല്ലേ, പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ പോകും, ക്രിസ്തുവിനെ ധരിച്ച്. മറ്റൊന്ന് മീര് ധരിപ്പ വാഞ്ചിച്ചും കൊണ്ട്. ഓ ജീസസ്, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഈ ആഴം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പേടിക്കല്ലേ. ഹല്ലേലൂയ. നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഇന്ന് തിമോഥെയോസിന് പ്രാർത്ഥിക്കാൻ സമയമായി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. നിങ്ങൾ വായിച്ചല്ലേ യെശയ്യാവിന്റെ പുസ്തകം? ശ്രദ്ധിച്ചില്ലേ? ഒന്നുകൂടെ വായിച്ച യെശയ്യാവ് വായിച്ചിട്ട് പോയേ. ഞാൻ പ്രസവ ദൂരത്തെങ്കിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മതി. അപ്പോൾ കർത്താവ് തക്ക സമയമാകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട എല്ലാം എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ പറയുന്നത് പൂട്ടി വെച്ചിരിക്കുന്നു, കെട്ടി വെച്ച് ഒരു രക്ഷയില്ല. പക്ഷെ സമയമാകുമ്പോൾ കുഞ്ഞ് പുറത്ത് വരുന്നത് സത്യമാണെങ്കിൽ നിങ്ങളിന്ന് കുറിച്ച് വെച്ചുകൊണ്ട് വയ്ക്കോ. നമ്മളെ വിളിച്ചിട്ടുള്ള വിളിക്ക് അനുസരിച്ച് തക്ക സമയമാകുമ്പോൾ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെ കെട്ടുപിടിച്ച് ഉറപ്പാണ് കൊണ്ടുവന്നിരിക്കും. കാരണം വാക്ക് പറഞ്ഞത് ഞാനോ നിങ്ങളോ അല്ല, സർവശക്തൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞത് ആരാ? കർത്താവാ, യേശു ക്രിസ്തുവാ. അതെല്ലാം ചെയ്യുന്നത് ആരാ? യേശു, നമ്മളല്ല. ആര് ചെയ്തോളും? യേശു അപ്പച്ചൻ ചെയ്തോളും. ഇനി തിമോഥെയോസ് വായിച്ചേ. ഞാൻ ആരെ വിശ്വസിക്കുന്നു അറിയുന്നു. ഈ ദൈവത്തെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഞാൻ ആരെ വിശ്വസിക്കുന്നത് അറിയുന്നു. അടുത്ത അവൻ എൻ്റെ ഉപനിധി. അവൻ എൻ്റെ ഉപനിധി. അടുത്ത ആ ദിവസം വരെ സൂക്ഷിപ്പാൻ. ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. മതി, ഉറച്ച്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കർത്താവേ ഞാൻ വിശ്വസിക്കുന്നപ്പാ. വിശ്വാസം കുറവെങ്കിൽ യേശുവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് വിശ്വാസം കുറവാണ്, കർത്താവേ എനിക്ക് പ്രത്യാശ കുറവാണ്, ഉറപ്പ് കുറവാണ്, ഞാൻ പലപ്പോഴും വീണു പോകുന്നു അപ്പാ, എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് ആരൊക്കെ പറയും? കർത്താവേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വചനത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, കർത്താവേ എനിക്ക് നേരെ ആരാധിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. കർത്താവേ എന്നെ ഒന്ന് തൊടണമേ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള കർത്താവ് മാത്രമല്ല, പിന്നെയോ പാപിക്ക് പാപക്ഷമ കൊടുക്കാൻ കഴിവുള്ള കർത്താവ് മാത്രമല്ല, മരണത്തെ തോൽപ്പിച്ച കർത്താവ് മാത്രമല്ല, പാതാള ശക്തികളെ വിറപ്പിച്ച കർത്താവ് മാത്രമല്ല, മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തകർത്ത കർത്താവ് മാത്രമല്ല, ഇന്നീ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച കർത്താവ്, ഇനി വീണ്ടും വരാൻ പോകുന്ന കർത്താവ്, നമ്മളെ ചേർപ്പാൻ വരാമെന്ന് വാക്ക് തന്ന ആ വാക്കിൽ വിശ്വസിച്ചോളണം. നമ്മളെ വാക്കിലല്ല. അപ്പുറത്തവർ പറഞ്ഞ് നീ പോകത്തില്ലെന്നല്ലേ പറഞ്ഞേ? അവിടെ അല്ലല്ലോ ഞാൻ വിശ്വസിച്ചത്. ഞാൻ വിശ്വസിച്ച് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കിൽ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വിശ്വസിച്ചത് നീ നരകത്തിൽ പോകുന്നു, ഞാൻ അപ്പുറത്തുള്ള ആളിൻ്റെ വാക്കിലല്ല ഞാൻ വിശ്വസിച്ചത്. ഞാൻ വിശ്വസിച്ചത് വാക്ക് പറഞ്ഞ യേശുവിൽ. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഉറപ്പിച്ചത്. എങ്ങനെ? എൻ്റെ കർത്താവ് എപ്പോൾ വന്നാലും ഞാൻ അപ്പനോടൊപ്പം. എൻ്റെ കഴിവ് നോക്കിക്കൊണ്ടാണോ? അബ്രഹാമിൻ്റെ കഴിവ് നോക്കിയപ്പോൾ അബ്രഹാമിൽ എന്തേ ഉള്ളൂ? പ്രായം ചെന്ന വയസ്സ് ശരീരമേ. സാറായിൽ പ്രായം ശരീരമേ. പക്ഷെ ദൈവത്തിലോ എല്ലാം സാധ്യമുള്ള ആളാണ്. ആര്? വാഗ്ദത്തം തന്നതാരാ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും. എന്താ വാഗ്ദത്തം? ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത്. എവിടെ ഇരുത്തുന്നു? ഞാൻ ഇരിക്കുന്നിടത്ത് വാക്ക് തന്നതാര്? എൻ്റെ അപ്പൻ. അപ്പോഴാണ് അപ്പുറത്തൊരു നീ അവിടെ പോവുകയില്ല, ഇരിക്കുകയില്ല. ഞാൻ അവരെ പിടിക്കണോ? ഈ വാക്ക് ദൈവത്തിൽ. എന്നെ നോക്കിയാൽ അബ്രഹാമിനെ പോലെ ബലമില്ല, സാറയെ നോക്കിയാലും ബലമില്ല. പക്ഷെ വാക്ക് പറഞ്ഞത് ആര്? ഞാൻ പിടിച്ചത് ഏതില്? വാക്കിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പാപത്തെ ക്ഷമിച്ചെന്ന് പറഞ്ഞത് ആര്? അപ്പുറത്തവരല്ല,
പിന്നെ നീ നിന്റെ പാപം ഏറ്റു പറഞ്ഞാൽ, നിങ്ങൾക്ക് ഉറപ്പ് പറയണമെന്ന് എനിക്ക് ഞായറാഴ്ച നിങ്ങൾ വചനം കേൾക്കണം, മറക്കരുത്. കർത്താവ് തന്ന അന്ന് പറയും ഇതൊക്കെ. സ്തോത്രം. നോക്കിക്കേ, യേശു പറഞ്ഞു പാപത്തെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ, രക്തത്താൽ കഴുകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. വാക്കാര് തന്നു, ഞാൻ ആ വാഗ്ദത്തെ മുറുകെ പിടിക്കണം. കർത്താവ് പറഞ്ഞു ഞാൻ ഇരിക്കുന്നിട്ട് നിന്നെയും ഞാൻ എന്ത് ചെയ്യും? ഇരുത്തും. വാക്ക് തന്നതാരാ? അപ്പം ഞാൻ ഇരിക്കുമില്ലേ? അപ്പോഴാണ് അപ്പുറത്തുള്ള ചേച്ചി പറഞ്ഞു നീ ഒരിക്കലും പോകത്തില്ലടി എന്ന്. അവരല്ലല്ലോ എന്നെ കൊണ്ടുപോകുന്നത്. വാക്ക് എന്ന ദൈവത്തിൽ എൻ്റെ ശരീരം നോക്കുമ്പോൾ കർത്താവെ കുഴപ്പമാണ്, സാറായി നോക്കിയാലും കുഴപ്പമാണ്, കുടുംബത്തിനകത്ത് ഒരു രക്ഷയില്ല പോകാൻ. പക്ഷെ പറഞ്ഞ ദൈവത്തെ നോക്കിയാൽ, എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ആര്? നിങ്ങൾക്ക് വെളിപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല സ്നേഹിതൻ. എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ആര്? ഈ അപ്പുറത്തവരാണോ പറഞ്ഞത്? പിന്നെ എന്നെ ഞാൻ ഇതായി കണ്ടു എന്നിട്ടാണോ യേശു പറഞ്ഞത് നിന്നെ കൊണ്ടുപോകാമെന്ന്? ഇല്ല, എൻ്റെ പ്രകൃതം അറിഞ്ഞിട്ടാണ് പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ ദൈവത്തിലും ദൈവത്തിൻ്റെ വാക്കിലും മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചെന്നിരിക്കും. കർത്താവ് പറഞ്ഞു, മക്കളെ ഞാൻ വരും, ഞാൻ ഭവനം ഒരുക്കിയ ശേഷം നിങ്ങളെ ചെറുപ്പം വരും, വന്നിട്ട് ഞാനിരിക്കുന്ന എവിടെ? ഞാനിരിക്കുന്ന കല്യാണം കഴിഞ്ഞ് വന്നാൽ കല്യാണ പയ്യനോടൊപ്പം പെണ്ണു പോകൂലേ? അവൻ ഇരിക്കുന്നിടത്ത് അവളും പോയി ഇരിക്കൂലേ? അല്ലേ? കെട്ട് നടക്കുന്ന സമയം മുതൽ പിന്നെ അവൾ അവൻ്റെ അടുത്തായിരിക്കുന്നു. ഈ ജനം മുഴുവനും കാണുന്നതാ. ഇതുപോലെയാണ് സ്വർഗത്തിൽ നടക്കുന്നത്. നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആരടുത്തിരിക്കും എന്ന് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റേ.